Ever felt like you're being left behind in life? അറിയാവുന്ന ആൾക്കാർ ലൈഫ് ഫിഗർ ഔട്ട് ചെയ്യുന്ന ടൈമിൽ യു ആർ ജസ്റ്റ് സ്റ്റക്ക് ആൻഡ് യു ഡോണ്ട് നോ വാട്ട് ടു ഡു. അങ്ങനെയാണെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു ആൻഡ് ഐ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച, നിങ്ങളുടെ ഫ്രണ്ട്സിന് അവരുടെ ഡ്രീം ജോബ് കിട്ടുന്നു, അവർ കല്യാണം കഴിക്കണു, അവർ ട്രാവൽ ചെയ്യണു അറൗണ്ട് ദ വേൾഡ്, ആൻഡ് ഈവൻ ദേ ബൈയിങ് ദെയർ ഡ്രീം ഹൗസ്, ആൻഡ് ദെൻ സഡൻലി ഇറ്റ് ഹിറ്റ്സ് യു. വാട്ട് am I doing with my life? If you have felt like this, you are not alone. ഓൾമോസ്റ്റ് എല്ലാവരും അവരുടെ 20s-ലും 30s-ലും ഇങ്ങനത്തെ ഒരു ഫീലിംഗ് കൂടെ കടന്നു പോകുന്നത്. ബട്ട് ടുഡേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുക ദ ട്രൂത്ത് അബൌട്ട് സക്സസ് ഇൻ യുവർ 20s and 30s ആൻഡ് വൈ യു ഡോണ്ട് നീഡ് ടു പാനിക്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വൈ ഡു വി ഫീൽ ദിസ് വേ? വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺ ഇസ് സോഷ്യൽ മീഡിയ. തിങ്ക് അബൌട്ട് ഇറ്റ്. എപ്പോഴാണ് നിങ്ങൾ അവസാനം ഒരാൾ അവരുടെ ഫെയിലിയറെ പറ്റി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണ കണ്ടിട്ടുള്ളത്? ആരും അവരുടെ സ്ട്രഗിൾ ഷെയർ ചെയ്യാറില്ല, ബട്ട് ദെയർ സക്സസ് അവർ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും ചില ആൾക്കാർ അവരുടെ ഹൈ പേയിങ് ജോബ്സിനെ പറ്റി പോസ്റ്റ് ചെയ്യണത്, പക്ഷെ അതേ സമയത്ത് ഇവരാണെങ്കിൽ അവരുടെ സ്ട്രെസ്സിനെ പറ്റി, ഓവർ ടൈം വർക്കിനെ പറ്റി, അല്ലെങ്കിൽ പിന്നെ അവരുടെ സെൽഫ് ഡൗട്ടിനെ പറ്റിയൊന്നും അവർ പോസ്റ്റ് ചെയ്യണം കാണാറില്ലല്ലോ. സക്സസ് ഇസ് റെയർലി ആസ് സ്മൂത്ത് ആസ് ഇറ്റ് ലുക്സ്. വാട്ട് ദാറ്റ് മീൻസ് ഇസ്, നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും ബിഹൈൻഡ് ദ സീൻസും ആക്ച്വൽ സീൻസൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മളെ ഏറ്റവും എൻഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ല ഭാഗം മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു ഇല്യൂഷനിലായിരിക്കും നമ്മൾ നമ്മുടെ ലൈഫിൽ ബിഹൈൻഡാണ്, നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന്. ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലൈ സോഷ്യൽ മീഡിയ സെൽസ് അസ്. സോ ദ ട്രൂത്ത്, എല്ലാവരും സ്ട്രഗ്ലിംഗ് ആണ്, ഈവൻ ദ പീപ്പിൾ ഹൂ സീം ടു ഹാവ് ഇറ്റ് ഓൾ ടുഗെദർ. നൗ ലെറ്റ്സ് ആക്ച്വലി ടോക്ക് അബൌട്ട് വാട്ട് സക്സസ് ലുക്സ് ലൈക്ക് നമ്മുടെ 20s-ലും 30s-ലും. സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ചേക്കണേ സക്സസ് എന്ന് വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ പോലെയാണെന്ന്. നല്ലോണം പഠിക്കുക, നല്ല ജോലി കിട്ടുക, സെറ്റിൽ ഡൗൺ ചെയ്യുക. ഐ വിഷ് ഇറ്റ് വാസ് ദാറ്റ് സിമ്പിൾ. ബട്ട് ഇൻ റിയാലിറ്റി സക്സസ് ആക്ച്വലി ലുക്സ് ലൈക്ക് ദിസ്. ലോട്ട് ഓഫ് അപ്സ്, ലോട്ട് ഓഫ് ഡൗൺസ്, എക്സ്പെരിമെൻറ്റ്സ്, ഫെയിലിയേഴ്സ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസസ്. ബട്ട് ആരും സക്സസിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാറില്ല, കാരണം ഈ പറഞ്ഞ വാക്കുകൾ അത്രയും ഫാൻസി അല്ല. എനിക്ക് കുറച്ചാൾ മുന്നേ മനസ്സിലായത് ദാറ്റ് 20s and 30s ആർ ഫോർ എക്സ്പെരിമെൻറ്റേഷൻ. 20s-ഉം 30s-ലും എല്ലാ കാര്യം ഫിഗർ ഔട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കം മാത്രമാണ്. ദിസ് ഇസ് ദി ഏജ് വെയർ യു ഷുഡ് ബി ട്രൈയിങ് ന്യൂ തിങ്സ്, യു ഷുഡ് ബി ലേണിംഗ് ന്യൂ തിങ്സ്, യു ഷുഡ് ബി ഫെയിലിംഗ് അറ്റ് തിങ്സ്. നമുക്കറിയുന്ന എല്ലാ സക്സസ്ഫുൾ ആൾക്കാരുടെ ലൈഫ് 20s-ൽ സോർട്ടഡ് ഒന്നും അല്ലായിരുന്നു. സ്റ്റീവ് ജോബ്സ് 23-ാമത്തെ വയസ്സിൽ ജോബ്ലെസ് ആയിരുന്നു. JK റൗളിംഗ് ഹാരി പോട്ടർ എന്ന് പറഞ്ഞ ബുക്ക് സീരീസിന്റെ റിജക്ഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ഷാരൂഖ് ഖാൻ ഈ പ്രായത്തിൽ മുംബൈയിലേക്ക് മാറുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ മമ്മൂക്ക വരെ ഈ പ്രായത്തിൽ ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യണേ ഉണ്ടായിരുന്നുള്ളൂ. സോ നിങ്ങളിപ്പോൾ എല്ലാ കാര്യവും ഫിഗർ ഔട്ട് ചെയ്യാണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഗെസ് വാട്ട്, യു ആർ എക്സാക്ട്ലി വെയർ യു ആർ സപ്പോസ് ടു ബി. എപ്പോഴും സോർട്ടഡ് ആവണമെന്നില്ല, ബട്ട് ഓൾവേസ് റിമെമ്പർ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ഡ്രീം. എല്ലാ ആൾക്കാർക്കും സക്സസ് വേണം, പക്ഷെ ഫെയിലിയറിന് ഫിയറും ചെയ്യും. ബട്ട് ഫെയിലിയർ ഇസ് എ ബെസ്റ്റ് ടീച്ചർ. എല്ലാ വട്ടവും നിങ്ങൾ ഫെയിൽ ചെയ്യുമ്പോൾ യു ലേൺ സംതിങ് ന്യൂ. ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ വർഷം പകുതിയായപ്പോൾ തുടങ്ങിയതാണ്. ഓരോ വട്ടം ഒരു വീഡിയോ ഇറക്കുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്ത് ടൈപ്പ് കണ്ടൻറ്റാണ് ഞാൻ ഇറക്കേണ്ടത്, എന്താണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. ഇപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇറക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ ഹിറ്റ് ആവാം, ചിലപ്പോൾ അല്ലായിരിക്കും, അല്ലെങ്കിൽ ഐ ട്രൈ മോർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ വട്ടവും നമ്മൾ ഫെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും പുതിയത് പഠിക്കുന്നുണ്ടാവും. നമ്മളത് കാണുന്നില്ലെങ്കിൽ പോലും വി ആർ ആക്ച്വലി വൺ സ്റ്റെപ്പ് ഫർദർ ടു ഫിഗറിങ് ഔട്ട് വാട്ട് വി ആക്ച്വലി വാണ്ട് ഫ്രം ഫെയിലിയർ. എല്ലാ ആൾക്കാരും, മൈസെൽഫ് ഇൻക്ലൂഡഡ്, ഓടുവാണ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി, ബിക്കോസ് സൊസൈറ്റി എക്സ്പെക്ട്സ് അസ് ടു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ 20s-ലും 30s-ലും ആണ് ആൻഡ് യു ആർ കംപ്ലീറ്റ്ലി ലോസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണം എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ട്. ഐ ഗിവ് യു വൺ. ട്രൈ ഫോക്കസിങ് ഓൺ ബിൽഡിങ് യുവർ സ്കിൽസ്. എന്തോരം നമ്മൾ നമ്മുടെ പ്രസൻറ്റിൽ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണോ അത്രയും നന്നായിട്ട് നമ്മുടെ ഫ്യൂച്ചറും വരും. സോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ നമുക്ക് നിർത്താം ദിസ് ഫീലിംഗ് ഓഫ് ഫോളോയിങ് ബിഹൈൻഡ് വിത്ത് 3 സിമ്പിൾ ബട്ട് പവർഫുൾ സ്റ്റെപ്സ്. ഇന്ന് തൊട്ട് അത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ യു വിൽ സീ ഹൗ യുവർ ലൈഫ് ഇസ് ഗോയിങ് ടു ചേഞ്ച്. ഫസ്റ്റ് വൺ, സ്റ്റോപ്പ് കമ്പയറിങ്, ഫോക്കസ് ഓൺ യുവർ ജേർണി. നിങ്ങൾ ഒരാളായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യണം, പക്ഷെ ആ ഒരാൾ നിങ്ങളുടെ പാസ്റ്റ് വെർഷൻ മാത്രമായിരിക്കണം. നിങ്ങൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ അപ്സ്കിൽ ആവുന്നുണ്ടോ, ആ ഒരു ഫോക്കസ് ഓഫ് കമ്പാരിസൺ മാത്രം മതി. വേറെ ഒരാളായിട്ടുള്ള ഒന്നും നമുക്ക് വേണ്ട. സെക്കൻഡ് പോയിന്റ്, ലേൺ 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 ലേൺ. ഞാൻ എവിടെയാ, എങ്ങനെയാ, എപ്പോൾ എത്തുമെന്ന് വറി ചെയ്യണതിന് പകരം ഫോക്കസ് ഓൺ ബിൽഡിങ് യുവർ സ്കിൽസ്. കോഡിങ്, മാർക്കറ്റിംഗ്, പബ്ലിക് സ്പീക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, നിങ്ങൾ എന്താണോ ഇൻട്രസ്റ്റ് ചെയ്യണം അതിൽ ഫോക്കസ് ചെയ്യും. എനിക്ക് പേഴ്സണലി കണ്ടന്റ് ക്രിയേഷൻ കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി, അതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത്, ഫോക്കസ് ഓൺ ദാറ്റ്.
ആ ഒരു പെർട്ടിക്കുലർ സ്കില്ല് തന്നെയായിരിക്കും ദാറ്റ് ഈസ് ഗോയിങ് ടു സെറ്റ് യു അപ്പാർട്ട് ഫ്രം അതേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ. തേർഡ്, റീഡിഫൈൻ സക്സസ് ഫോർ യുവർ സെൽഫ്. ഒരു പെർട്ടിക്കുലർ പ്രായം എത്തുമ്പോഴാണെന്ന് തോന്നുന്നു ആൾക്കാർക്ക് കത്തണേ. സക്സസ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഒന്നുമില്ല. ഒരു നല്ല വീട് കിട്ടിയാൽ അല്ലെങ്കിൽ പിന്നെ നല്ലൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ സക്സസ് എല്ലാ ആൾക്കാർക്കും ഓരോ ഡെഫിനേഷനാണ്. ചില ആൾക്കാർക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് ആവാം, ചില ആൾക്കാർക്ക് നല്ല ബിസിനസ് ഓടിക്കണതാവാം, വേറെ ചില ആൾക്കാർക്ക് ലോകം ട്രാവൽ ചെയ്യണതായിരിക്കും സക്സസ്, വേറെ ചില ആൾക്കാർക്ക് വീട്ടുകാരെ പൊന്നുപോലെ നോക്കണതായിരിക്കും സക്സസ്. വാട്ട് എവർ ഇസ് യുവർ ഡെഫിനേഷൻ ഓഫ് സക്സസ്, അത് നിങ്ങൾ തന്നെ ഡിഫൈൻ ചെയ്യൂ, റാദർ ദാൻ സൊസൈറ്റി ഡിഫൈനിങ് ഇറ്റ് ഫോർ യു. സോ എപ്പോഴെങ്കിലും ലൈഫിൽ ഫോളിങ് ബിഹൈൻഡ് പോലെ തോന്നുവാണെങ്കിൽ always take a deep breath and realize that you are exactly where you're supposed to be. But the dream should go on. Don't stop, just keep going by skilling yourself up. You are not late. The important thing is you don't ever give up. എനിക്ക് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്, നിങ്ങളിപ്പോൾ എന്ത് ഏരിയ ഓഫ് ലൈഫിലാണ് ഫോക്കസ് ചെയ്യണമെന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. സോ ടെൽ മീ ദാറ്റ് സ്റ്റോറി ഇൻ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. വി ആർ ഓൾ ഹിയർ ടു സപ്പോർട്ട് യു. ആൻഡ് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു ദ ഫ്രണ്ട് ഹു നീഡ്സ് ടു ഹിയർ ദിസ്. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വി ആർ ഓൾ ഗോയിങ് ത്രൂ അവർ സ്ട്രഗിൾസ് ആൻഡ് വി ഓൾ നീഡ് ടു സ്റ്റിക്ക് ടുഗെദർ. സോ until I catch you next time, I hope you all have amazing days ahead of you. Bye, take care.